ഇന്നത്തെ നമ്മുടെ വീഡിയോ പറമ്പിൽ കാണുന്ന കുരുമുളക് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള പാറ്റ, പല്ലി, എലിയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന 3 കിടിലൻ ടിപ്പുകളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇവറ്റകളെ ഓടിക്കാനായിട്ട് നമ്മുടെ നാട്ടിൻ പുറത്തെ ചായക്കടക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടിപ്പാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കെണിയും വിഷവും ഒന്നും ഉപയോഗിക്കാതെ മരുന്നടിക്കാതെ തന്നെ ഇവറ്റകളുടെയൊക്കെ ശല്യം നമുക്ക് വീട്ടിൽ നിന്നും ഒഴിവാക്കാനായിട്ട് കഴിയും. ലൈവായിട്ടുള്ള റിസൾട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ തൊടിയിൽ നിന്ന് കുറച്ച് കുരുമുളകിൻ്റെ തണ്ടാണ് കേട്ടോ ഒടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നൊരു 4-5 ഇല മതി. അത് നമുക്ക് ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ചതച്ചെടുക്കുന്നത്. ഇനി ഇടികല്ലില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്താലും മതി. ഈ ഒരു രീതിയിലാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ബ്രെഡാണ് കേട്ടോ ചെറിയതായിട്ട് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡിന് പകരം ബിസ്ക്കറ്റ് ആയാലും മതി. പാറ്റയും പല്ലിയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ബ്രെഡ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കൈവച്ച് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന കുരുമുളകിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞ പാരസെറ്റമോളാണ് കേട്ടോ. 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതും നല്ലതുപോലെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലേക്ക് വെച്ച് കൊടുത്ത് ഇടികല്ല് വെച്ചൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് വിനാഗിരിയാണ്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. ആവശ്യത്തിന് വിനാഗിരി ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ. ഇത് വെച്ചൊരു 10 മിനിറ്റിനുള്ളിൽ ഒരു ചിലന്തി വരികയും ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് ചത്തുപോവുകയും ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ ഞാൻ ഇതിനുള്ളിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഒഴിഞ്ഞ കുപ്പിയുടെ അടപ്പിലാണ്. ഇനി അടപ്പില്ലെങ്കിൽ ഇതുപോലൊരു അലൂമിനിയം ഫോയിലിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പാറ്റയും പല്ലിയൊക്കെ കാണുന്ന ഭാഗങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം തീർത്തും മാറിക്കിട്ടും കേട്ടോ. എനിക്ക് സ്ഥിരമായിട്ട് പാറ്റയുടെ ശല്യമുള്ളത് കിച്ചൺ കൗണ്ടറിലാണ് കേട്ടോ. നമ്മൾ രാത്രിയിൽ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയാലും സ്റ്റൗവിൻ്റെ ഈ സൈഡിലൊക്കെ നമ്മൾ പാറ്റയെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെക്കുന്ന ആ ഒരു ഷെൽഫിനുള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സോഫയുടെ അടിയിൽ മിക്കപ്പോഴും പല്ലി അവിടെ വരാറുണ്ട്. അപ്പോൾ അവിടെയും ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്ഥിരമായിട്ട് പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് കണ്ടു നോക്കിയാലോ. ഇനി നമ്മൾ അടിപൊളി ഒരു സ്പ്രേ ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് 2-3 കുരുമുളകിൻ്റെ ഇലയും ഒരു കുരുമുളകിൻ്റെ തൊത്തും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2-3 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കെമിക്കൽ ചേർക്കാത്ത ടിപ്പുകളായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കേട്ടോ. ആവശ്യമുള്ള സമയത്ത് നമുക്ക് റെഡിയാക്കി എടുത്താൽ മതി. ഇനി നല്ല തിളച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ ചതച്ചെടുത്ത ആ കുരുമുളകും ഗ്രാമ്പുവും ചേർന്നുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ വെള്ളം തണുക്കുന്നത് വരെ നല്ലതുപോലെ നമ്മൾ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു കുരുമുളകിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ല് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്പ്രേ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ കാണിക്കുന്ന ടിപ്പ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. ആദ്യത്തെ ടിപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം രണ്ടാമത്തെ ടിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ചിലന്തി വന്നത്. ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ രാത്രിയിലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നിശേഷം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയി കിട്ടും കേട്ടോ. നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരുന്ന സ്പ്രേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ പാറ്റ, പല്ലിയൊക്കെ കാണുന്ന ഭാഗങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി. ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് ഡൈനിങ് ടേബിളിലാണ്. മിക്കപ്പോഴും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഈച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നല്ല ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഡൈനിങ് ടേബിളിൽ ഞാൻ ഫ്രൂട്ട്സ് വെക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ഈച്ചയുടെ ശല്യമാണ് കേട്ടോ. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലും സ്പ്രേ യൂസ് ചെയ്തിട്ട് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തിടാറുണ്ട്. പിന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്റ്റൗ ടോപ്പാണ്. അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടറും നമുക്ക് ഈ ഒരു സ്പ്രേ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. എറുമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ടൈലിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ 1-2 യൂസിൽ തന്നെ എറുമ്പിൻ്റെ ശല്യം പോയി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പാറ്റയെ കാണുന്ന നമ്മുടെ വീട്ടിലെ ഫ്രെയിമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ ബാക്ക് സൈഡിലാണ്, അവിടെയും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ടിപ്പിൽ ചെയ്യാൻ പോകുന്നത് എലിയെ ഓടിക്കാൻ പറ്റുന്ന
നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. അതിനായിട്ട് കുരുമുളകിൻ്റെ ഇല ചതച്ചതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് 3-4 പാരസെറ്റമോൾ നല്ലതുപോലെ പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പം ഒരുപാട് എലിയുടെയൊക്കെ ശല്യമുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എലിയെ ആകർഷിക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയും ഗോതമ്പിൻ്റെ പൊടിയൊക്കെ നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എലി ഇത് വന്ന് കഴിച്ചോളും. 1 സ്പൂൺ ഗോതമ്പ് പൊടിക്ക് 1 സ്പൂൺ കുരുമുളകിൻ്റെ ഇല ചതച്ചത് ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് കേട്ടോ ഇത്. ഈ ഒരു മിക്സിൽ നമ്മൾ കുരുമുളകും പാരസെറ്റമോളും ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എലി ഇത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരണഭയം കൊണ്ട് ഓടിപ്പോയിക്കോളും. ഇപ്പം നമ്മളൊരു ഉരുളൻകിഴങ്ങിലാണ് കേട്ടോ ഈ ഒരു മിക്സ് തയ്യാറാക്കിയത് വെച്ച് കൊടുക്കുന്നത്. ഒരു ഉരുളൻകിഴങ്ങ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത മിക്സ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം എലി സ്ഥിരമായിട്ട് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വെച്ച് കൊടുക്കാം. മഴയൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ നമ്മൾ പറമ്പിൽ വെച്ച് കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ രാത്രി കാലങ്ങളിൽ ഇതുപോലെ എലിയുടെ മാളവും അല്ലെങ്കിൽ എലി വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്ത 3 ടിപ്പും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവും. ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീഡിയോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.